അത് കടലിലെറിഞ്ഞു കഴിഞ്ഞാൽ അത് കടലിലേക്ക് ഈ മാലിന്യം എടുത്തെറിഞ്ഞു എന്ന രീതിയിൽ KM ഷാജിക്കെതിരെ പരാതി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിൽ എറിയാത്തത് എന്ന ഒരു പ്രസ്താവന, ഒരു നിലപാട് KM ഷാജിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രമേ നമ്മളിനി പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് ഒരു കവലപ്രസംഗം മാത്രമല്ലേ, അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് വിലയാണ് KM ഷാജി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. കഴിഞ്ഞ സർക്കാർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തില്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടില്ല. ഇതൊരു ഫാക്റ്റാണത്. അപ്പോൾ MOU എന്ന് പറയുമ്പോൾ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല എന്നുള്ളത് എല്ലാ കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന കാര്യമുള്ളൂ. എന്താണ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കാത്തത്? കേന്ദ്ര സർക്കാരിന് ഒരു കത്തെഴുതുക, തങ്ങൾക്ക് ഈ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല, കഴിഞ്ഞ സർക്കാർ MOU സൈൻ ചെയ്തിട്ടുണ്ട്, ആ MOU ആയിട്ട് മുൻപോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാമല്ലോ. ക്യാബിനറ്റ് ഒരു തീരുമാനം പാസ്സാക്കി അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആ പൈസ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ പേരിൽ മറ്റു പദ്ധതികളുടെ പൈസ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ PM ശ്രീ പദ്ധതി അതെടുത്ത് അറബിക്കടലിൽ ഇടുന്നതാണെന്ന് KM ഷാജി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കറിയാം ഇപ്പം 2 തരത്തിലാണ് പറയുന്നത്. ഇപ്പം PM ശ്രീ വന്ന് നമ്മൾക്ക് കുഴപ്പമില്ല, ഓക്കെ ആണ് എന്ന രീതിയിൽ അവർ പറയുന്നുണ്ടായത്. അപ്പൊ ഈ PM ശ്രീ പദ്ധതി ഇവരെടുത്ത് ഇനി കടലിലേക്ക് എറിയോ, അതല്ല അതുമായിട്ട് മുന്നോട്ട് പോകുമോ? അത് കടലിലെറിഞ്ഞു കഴിഞ്ഞാൽ അത് കടലിലേക്ക് ഈ മാലിന്യം എടുത്തെറിഞ്ഞു എന്ന രീതിയിൽ KM ഷാജിക്കെതിരെ പരാതി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് PM ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിൽ എറിയാത്തത് എന്ന ഒരു പ്രസ്താവന, ഒരു നിലപാട് KM ഷാജിയുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രമേ നമ്മളിനി പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇത് കൂടാതെ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നിയമസഭയ്ക്ക് അകത്തല്ലല്ലോ ഞങ്ങളിത് പറഞ്ഞത്, ഞങ്ങളിത് കവലപ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. കവലപ്രസംഗത്തിൽ അങ്ങനെ പലതും പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ KM ഷാജി കഴിഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനം എന്ന് പറയുന്നത് കവലപ്രസംഗങ്ങൾ മാത്രമാണ്. അപ്പോൾ കവലപ്രസംഗങ്ങൾക്ക് ഇത്രയും ഒരു വാല്യൂവേ അദ്ദേഹം കൽപ്പിക്കുന്നുള്ളൂ. ഈ കവലപ്രസംഗങ്ങൾ കേൾക്കുന്ന ആളുകൾ ആരാണ്? ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വോട്ടർമാരാണ്. അപ്പോൾ അവരെ ഏത് രീതിയിലും എന്ത് പറഞ്ഞും പ്രൊവോക്ക് ചെയ്യിപ്പിക്കാനും അതോടൊപ്പം തന്നെ അപമാനിക്കുന്നതിനും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും ഇവർക്ക് യാതൊരു മടിയില്ല എന്നുള്ളതാണ്. ഒരു യഥാർത്ഥ രാഷ്ട്രീയക്കാരനെയാണ് ഈ KM ഷാജി ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇത് ഒരു കവലപ്രസംഗം മാത്രമല്ലേ, അതേ രീതിയിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് വിലയാണ് KM ഷാജി നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഈ ഒരു PM ശ്രീ പദ്ധതി അറബിക്കടലിൽ എറിയാൻ വേണ്ടിയിട്ട് ഒരു 6 മാർഗങ്ങൾ അത് നമുക്ക് KM ഷാജിക്കും പറഞ്ഞു കൊടുക്കാം, അതോടൊപ്പം തന്നെ UDF മന്ത്രിസഭയ്ക്കും പറഞ്ഞു കൊടുക്കാം, VD സതീശനും പറഞ്ഞു കൊടുക്കാം. അതായത് മുൻ സർക്കാരിൻ്റെ കാലത്തെടുത്തിട്ടുള്ള നിലപാടുണ്ട്. PM ശ്രീയുടെ MOUയിൽ സൈൻ ചെയ്യുന്നു, അതായത് ധാരണാപത്രത്തിലാണ് ഒപ്പിടുന്നത്, എഗ്രിമെൻറ്റിലല്ല. കഴിഞ്ഞ സർക്കാർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തില്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തിട്ടില്ല. ഇതൊരു ഫാക്റ്റാണത്. അപ്പോൾ MOU എന്ന് പറയുമ്പോൾ അതിന് ലീഗൽ വാലിഡിറ്റി ഇല്ല എന്നുള്ളത് എല്ലാ കൊച്ചു കുഞ്ഞിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഫ്രീസ് ചെയ്ത് നിർത്തുക. സർക്കാർ എന്താണ് ചെയ്തത്? MOU ഒപ്പിട്ടു, തുടർന്ന് ഇതുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് അത് ഫ്രീസ് ചെയ്ത് ഇത്രയും നാളും നിന്നിരുന്നത്. അപ്പോൾ വേണമെങ്കിൽ ആ സെയിം നിലപാട് തന്നെ ഇപ്പോഴുള്ള ഈ സർക്കാരിനും സ്വീകരിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇത് കൺകറന്റ് ലിസ്റ്റുള്ളൊരു കാര്യമാണ്. ആ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാടും കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള നിലപാടും എടുക്കാൻ പറ്റും. പക്ഷേ വ്യത്യസ്തങ്ങളാണ് ഈ 2 നിലപാടുകളുമെങ്കിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാടിനായിരിക്കും മുൻതൂക്കം ലഭിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടി സാധിക്കും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ലോക്സഭയിൽ വെച്ച് പാസ്സാക്കിയെടുത്തിരിക്കുന്ന ഒരു നിയമമൊന്നുമല്ല, ഇതൊരു എക്സിക്യൂട്ടീവിൻ്റെ ഒരു നടപടി മാത്രമാണ്. അതിനെ നമുക്ക് കോടതിയിൽ ചോദ്യം ചെയ്യുന്നതിന് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് സത്യം. മൂന്നാമത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 40% തുക എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് PM ശ്രീ വഴിയായിട്ടുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത്. അപ്പോൾ ഈ 40% എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല നമ്മുടെ സംസ്ഥാനം ഉള്ളത് എന്ന് കേന്ദ്രത്തെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ പദ്ധതിയായിട്ട് അങ്ങനെ മുമ്പോട്ട് പോകാൻ സാധിക്കും? 40% തുക ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് PM ശ്രീ പദ്ധതിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാനായിട്ടുള്ള സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് എന്താ ചെയ്യാൻ സാധിക്കുക? കേന്ദ്ര സർക്കാരിന് ആ പദ്ധതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മുടെ കേരളത്തെ ഇന്ത്യൻ യൂണിയൻ പുറത്താക്കും. കർക്കശമായിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. 4-മത്തെ കാര്യമാണ് MOU പിന്മാറുന്നു എന്ന് കാണിച്ച് ഒരു കത്തെഴുതാം. ഈ MOUയിൽ ഞങ്ങൾ പിന്മാറുന്നു, ഇനി ഇത് തുടർന്ന് ഈ MOU ആയിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് കഴിഞ്ഞ സർക്കാർ ഫ്രീസ് ചെയ്തു, ഞങ്ങളിനി മുൻപോട്ടില്ല എന്ന് പറഞ്ഞു. സമാനമായ രീതിയിൽ തന്നെ വീണ്ടും ഇവർക്ക് കത്തെഴുതാം. ഇതല്ലെങ്കിൽ ഇവർക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം.
ഈ PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് തീർച്ചയായിട്ടും സുപ്രീം കോടതിയെ സമീപിക്കാവുന്ന കാര്യമുള്ളൂ. എന്താണ് ഇവർ സുപ്രീം കോടതിയെ സമീപിക്കാത്തത്? കേന്ദ്ര സർക്കാരിന് ഒരു കത്തെഴുതുക, തങ്ങൾക്ക് ഈ പദ്ധതിയുമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല, കഴിഞ്ഞ സർക്കാർ MOU സൈൻ ചെയ്തിട്ടുണ്ട്, ആ MOU ആയിട്ട് മുൻപോട്ട് പോകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാലോ. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ നിർബന്ധിതരാണ്, ഈ പദ്ധതി മുന്നോട്ട് പോകാൻ വേണ്ടി നിർബന്ധിതരാണ്, കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു എന്നുള്ള രീതിയിലാണ് അത് ഞാൻ പറഞ്ഞിട്ടില്ല. VD സതീശനെ പോലെയുള്ള ഇത്രയും നല്ലൊരു മെന്റലിസ്റ്റ് കേരളത്തിൽ മറ്റൊരാളില്ല. കേരളത്തിലെ മലയാളികളുടെ മുഴുവൻ മനസ്സും വായിച്ചറിഞ്ഞിരിക്കുന്ന ഒരു ഒന്നാന്തരം മെന്റലിസ്റ്റാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നതാണ് സത്യമെന്ന് കുറേ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നിന്ന് ഈ MOU തങ്ങൾ പിന്മാറുന്നു. ഇത് എഗ്രിമെൻ്റ് അല്ല, MOU മാത്രമാണ്. MOU കഴിഞ്ഞ സർക്കാർ വെച്ചു എങ്കിൽ കഴിഞ്ഞ സർക്കാർ MOU വെച്ചുവെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടാണല്ലോ ഈ സർക്കാരിനെ ജനം തിരഞ്ഞെടുത്തത്, UDF സർക്കാരിനെ ജനം തിരഞ്ഞെടുത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? ഇവർ ചെയ്യേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുക. ആ കത്തയച്ചതിന് ശേഷവും അവ ഒരു നിലപാടിൽ തുടരുകയാണെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കാം, ഹൈക്കോടതിയെ സമീപിക്കാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഇനി അടുത്ത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PM ശ്രീ ഒരു ഓപ്ഷണൽ സ്കീമിൽ പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. വേണമെങ്കിൽ മാത്രം അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ സംസ്ഥാനത്തെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് വിദ്യാലയങ്ങളുണ്ട്. ഈ വിദ്യാലയങ്ങളൊക്കെ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചും അതോടൊപ്പം തന്നെ MP മാരുടെയും MLA മാരുടെയും ഫണ്ടൊക്കെ ഉപയോഗിച്ച് എല്ലാ സ്കൂളുകളും നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. സ്മാർട്ട് ക്ലാസ് റൂംസ് ഉണ്ട്, നല്ല ലൈബ്രറികളുണ്ട്, കമ്പ്യൂട്ടർ ലാബ്, ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇനി ആകെപ്പാടെ കുറച്ച് പ്രശ്നത്തിൽ കിടക്കുന്ന നമ്മുടെ സ്കൂളുകളുടെ ഗ്രൗണ്ടുകൾ മാത്രമാണ്. ആ ഗ്രൗണ്ടുകളുടെ പുനർനിർമ്മിതിയെക്കുറിച്ചൊക്കെ ഇപ്പം തന്നെ നമ്മുടെ ജനീഷ് മന്ത്രി വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം സ്കൂളുകളിലെ ഗ്രൗണ്ടുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം. വിദ്യാർത്ഥികൾ രാത്രിയാകും വരെ അവിടെ കളിച്ചു വളരട്ടെ, അപ്പോൾ ലഹരിയുടെ ഉപയോഗം കുറയും, കുട്ടികൾ കൂടുതലായിട്ട് സ്പോർട്സ് തന്നെ ഒരു ലഹരിയായിട്ട് കാണട്ടെ എന്നൊക്കെ ജനീഷ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ജനീഷ് പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് നമ്മളുടെ ഗ്രൗണ്ടുകൾ മാത്രമാണ് കുറച്ച് പ്രശ്നത്തിൽ കിടക്കുന്നത്. ആ ഗ്രൗണ്ടുകൾ നിർമ്മിക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്താനായിട്ട് MLA മാരുടെ ഫണ്ട് തന്നെ ഉപയോഗിക്കണ്ടേ? അല്ലെങ്കിൽ MP മാരുടെ ഫണ്ട് ഉപയോഗിക്കാമല്ലോ. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് തന്നെ CSR ഫണ്ടിലൂടെയൊക്കെ MLA മാർ വിചാരിച്ചു കഴിഞ്ഞാലും ഈ സ്കൂൾ ഗ്രൗണ്ടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. അതിനു വേണ്ടിയിട്ട് PM ശ്രീ പദ്ധതിയുടെ ഭാഗമാകേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ PM ശ്രീ പദ്ധതിയിൽ നിന്ന് തന്നെ സംസ്ഥാന സർക്കാർ പിന്മാറുന്നതായിട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്തിട്ട് ഈ ക്യാബിനറ്റിൻ്റെ തീരുമാനം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചുകൂടെ? ക്യാബിനറ്റ് കൂടി ഒരു ഡിസിഷൻ എടുക്കുന്നു, ആ ഡിസിഷൻ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. മുൻ സർക്കാർ ഒപ്പിട്ട MOUവിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു, ഞങ്ങൾക്ക് അതുമായി മുൻപോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളതൊരു ക്യാബിനറ്റ് ഡിസിഷനായിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നതിന് എന്താ പ്രശ്നമുള്ളത്? അതിനെ ചോദ്യം ചെയ്യാനായിട്ട് പറ്റുമോ? കേന്ദ്ര സർക്കാരിന് പറ്റുമോ? നിലവിൽ നമുക്കറിയാം, നമുക്ക് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്ന അവിടെ ഉള്ള UDFന്റെ മന്ത്രിമാർ തന്നെ അറിയുന്നത് ചിലപ്പം ഇത് പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും. അല്ല, ഇത് പ്രഖ്യാപിച്ചില്ല. VD സതീശനും അതോടൊപ്പം തന്നെ VD സതീശനാണ് ഇത് പറഞ്ഞത് PM ശ്രീ പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നത്. അതായത് കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ഈ PM ശ്രീ അത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംഘീവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കാവ്യവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്ന് കൃത്യമായി ധാരണയുള്ളയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷെ ആ മുഖ്യമന്ത്രി തന്നെ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അധികാരത്തിലേറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള മുസ്ലിം മൈനോറിറ്റിയിൽപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ സ്തംഭിച്ചു നിന്നുപോയി എന്നുള്ളതാണ്. അവർക്കൊന്നും ഉറക്കം വരാത്ത രാത്രികളായി മാറിപ്പോയി. കാരണം ഇതെന്താണ് ഈ മുഖ്യമന്ത്രി പറയുന്നത്? ഇങ്ങനെ ഞങ്ങളോട് എന്തെങ്കിലും ചതിവ് കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ്. ക്യാബിനറ്റ് ഒരു തീരുമാനം പാസ്സാക്കി അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് അതിനകത്ത് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ആ പൈസ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ മറ്റു പദ്ധതികളുടെ പൈസ തടഞ്ഞു വെക്കുന്ന രീതിയിലേക്കൊന്നും പോകാൻ പറ്റത്തില്ല. കഴിഞ്ഞ സർക്കാർ എന്താണ് ചെയ്തത്? SSK ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് കേരളത്തിന് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു MOUയിൽ സൈൻ ചെയ്യുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ MOU സൈൻ ചെയ്തു എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു തന്ത്രപരമായൊരു നീക്കമായിരുന്നു. അതായത് SSK ഫണ്ട് റിലീസ് ചെയ്ത് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായൊരു നീക്കം. അതിനുശേഷം പിന്നീട് CPI ശക്തമായിട്ട് ഇതിനെ എതിർത്തോട് എന്താണ് സംഭവിച്ചത്? ഫ്രീസിങ് ലെറ്റർ കൊടുക്കുന്നു. അതോടുകൂടി ഇത് അവസാനിക്കുന്നതാണ് അവിടെ. അത് കഴിഞ്ഞ ശേഷം പിന്നെ വീണ്ടും ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ലക്ഷ്യം വെക്കുന്നത് എന്താ വെച്ചാൽ ഈ പദ്ധതി 2027 അവസാനിക്കും. കഴിഞ്ഞ 4 വർഷമായിട്ട് ദേശീയ തലത്തിൽ രാജ്യത്തൊട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. അപ്പോൾ ഈ അവസാന നാളുകളിൽ അവസാനിക്കാൻ പോകുന്ന ഒരു പദ്ധതിക്ക് പുറകെ പോയിട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു കാവ്യവൽക്കരണത്തിന് നിന്ന് കൊടുക്കുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഇവിടെ നിൽക്കുകയാണ്. പിന്നെ ഇതിനെയൊക്കെ നമുക്ക് നിയമപരമായിട്ട് നേരിടാൻ വേണ്ടി പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ കൺകറന്റ് ലിസ്റ്റ്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയവും അതോടൊപ്പം തന്നെ സംസ്ഥാനം
അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ കൺകറന്റ് ആയിട്ടുള്ളത്, അത് വേണമെങ്കിൽ ഹൈബ്രിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് എന്താണ്, സംസ്ഥാന സർക്കാർ ഒരു നയം രൂപീകരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെതാണ് PM ശ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സർക്കാരിന് എതിർപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിയെ സമീപിച്ചുകൂടെ? കേന്ദ്ര സർക്കാരിൻ്റെതിനായിരിക്കും മുൻതൂക്കം. അങ്ങനെ മുൻതൂക്കം വന്നു കഴിഞ്ഞാലും നിയമപരമായിട്ടുള്ള നടപടികളായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ലേ? അടുത്ത ഒരു വർഷക്കാലം നിയമപരമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ പദ്ധതിയുടെ കാലാവധി തന്നെ അവസാനിക്കില്ലേ? ഈ 1000 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തെ കൊണ്ടുപോയി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ അടിയറവ് വയ്ക്കേണ്ട ആവശ്യം വന്നിരിക്കുന്നു. കേരളത്തിലെ മതേതര വിശ്വാസികൾ ഒന്നടങ്കം വിളിച്ചു പറയുന്നു, ഈ PM ശ്രീ എന്ന് പറയുന്നത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്ത് നമ്മുടെ വിദ്യാഭ്യാസ സിലബസുകളിലേക്ക് അന്ധവിശ്വാസങ്ങളെ കടത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ഇത് എന്ന് കൃത്യമായിട്ട് വിദ്യാഭ്യാസത്തിൽ ബോധവും വിവരവുമുള്ള ആളുകളൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും PM ശ്രീ നടപ്പിലാക്കുന്നതിന് പ്രശ്നമില്ല എന്നുള്ളൊരു നിലപാട് മുസ്ലിം ലീഗ് സ്വീകരിച്ചതിലും VD സതീശന് സ്വീകരിച്ചതിലും സംസ്ഥാനത്തെ മതേതര വിശ്വാസികൾക്ക് ഒരുപാട് വിഷമവും ദുഃഖവുമുണ്ട്, പ്രതിഷേധമുണ്ട്. അത് മനസ്സിലാക്കണം. ഞാൻ ഈ പറഞ്ഞ 6 കാര്യങ്ങൾ മാത്രം മതി സംസ്ഥാന സർക്കാരിന് PM ശ്രീ എന്ന MOU നിന്ന് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് പിന്മാറുന്നതിന് യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഈ സത്യം ഇങ്ങനെ നിലനിൽക്കെ തന്നെ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലേക്ക് കൊണ്ടുപോകുന്നത് മറ്റെന്തോ അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹം സംശയിച്ചാൽ ആരെങ്കിലും കുറ്റം പറയാൻ വേണ്ടി സാധിക്കുമോ? അതുകൊണ്ട് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മനുഷ്യരുടെ സാമാന്യ ബോധത്തെ അങ്ങ് ചോദ്യം ചെയ്യാൻ വേണ്ടി വരരുത്.